കെവിൻ പീറ്ററെ, കാശാക്കാരെ, ക്രിസ്ത്യാനികളെ മുഴുവൻ സ്ഥാനാർത്ഥികളാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനും അല്ലാതെയുമൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാനിരിക്കുന്ന അവരെ വിശ്വസിക്കണം, മുസ്ലിങ്ങളെയാണ് വിശ്വസിച്ചുകൂടാത്തത്, അവരാണ് നമ്മളെ ഉന്മൂലനം ചെയ്യുന്നത് എന്ന് പ്രസംഗിക്കുന്ന വൈദികരെ, അച്ഛന്മാരെ, പിതാക്കന്മാർ 2-3 ദിവസമായിട്ടുള്ള ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടുള്ള 2 വാർത്തകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വാർത്ത നമ്പർ 1, കാശ്മീരിൽ കന്യാസ്ത്രീകളെയും സുവിശേഷക സംഘത്തെയും ആക്രമിച്ചു. ആരാ ആക്രമിച്ചത്? കാശ്മീർ തീവ്രവാദികളൊന്നുമല്ല, അവിടുത്തെ ഹിന്ദു സേന. കണ്ടായിരുന്നോ? ഇന്ന് ഹരിയാനയിൽ ബൈബിളും ഖുറാനും എല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ചു, എല്ലാവരെയും തൂത്തുപറക്കിയിട്ടടിച്ചു. പിന്നെ എറണാകുളത്ത് നിങ്ങൾ പൊടിയും ബിസ്ക്കറ്റും കൊടുത്ത് മാറ്റിയെന്ന് പറഞ്ഞ് കുറച്ച് പേരെ തിരിച്ചു മാറ്റി. ഈ 3 വാർത്തയും മനസ്സിരുത്തി കാണുകയും കേൾക്കുകയും വേണം. എന്നിട്ട് വേണം നമ്മുടെ ജോർജ് കുര്യൻ മോനും ഷോൺ ജോർജ് മോനും അതുപോലുള്ള മക്കളുമൊക്കെ നിങ്ങളെല്ലാം ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായി വിളിക്കുമ്പോൾ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാനായി അവരോടൊപ്പം വാഹനത്തിൽ കയറാൻ. കാശ്മീരിലെ വാർത്ത ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിലൊന്ന് തപ്പിയാൽ കിട്ടും. ഞാൻ പിന്നെ അത് പറയാനൊന്നും നിന്നില്ല, കാരണം എപ്പോഴും പറഞ്ഞിട്ടെന്തിനാ, ഇതെല്ലാം കാണുകയും വായിക്കുകയും ചെയ്യുന്നവരാണല്ലോ ക്രൈസ്തവ മതവിശ്വാസികൾ, അവർക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ പൾസ്. അപ്പം നിങ്ങൾ പോയി ഓരോ തവണയും പ്രധാനമന്ത്രിയെ കാണുന്നു, ബാക്കിയുള്ളവരെ കാണുന്നു, എല്ലാ ഉറപ്പും വാങ്ങിക്കുന്നു, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു, ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ടോ നല്ല ഉറപ്പുള്ള 1-ാം തരം അടി ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും കിട്ടുന്നു. അത് മുസ്ലിങ്ങൾക്കും കിട്ടുന്നു. അവരുടെയും പള്ളി പൊളിക്കുന്നു, നിങ്ങളുടെ ചർച്ചും പൊളിക്കുന്നു, മസ്ജിദും പൊളിക്കുന്നു, എല്ലാം പൊളിക്കുന്നു. അവർക്ക് പിന്നെ ഒരു കാര്യം അവകാശപ്പെടാം, അവർ ഈ മണിക്കൂർ ഇടവിട്ട് ചർച്ചയ്ക്കും സമവായത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒന്നും പോകുന്നില്ല. നിങ്ങളിനി ദേശീയതയോട് അടുത്ത് നിൽക്കാൻ എത്ര ഇസ്ലാം മത വിരോധം പറഞ്ഞാലും, എത്ര ആക്ഷേപിച്ചാലും, നിങ്ങൾക്ക് എത്ര അതിനോട് കൂറുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒട്ടും കുറയൂല. ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത 2 ഹരിയാനയിലെ റോത്തക് ജില്ലയിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നേരെ ഹിന്ദുത്വവാദികളുടെ ആക്രമണം. വിശ്വാസികളെ അസഭ്യം പറയുകയും നിർബന്ധിച്ച് ബൈബിളും ഖുറാനും കത്തിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾ ഒറ്റുകാരാണെന്നും അവരുടെ പുസ്തകങ്ങൾ വൃത്തികെട്ടതാണെന്നും വിശ്വാസത്തെ തള്ളിപ്പറയാൻ നിർബന്ധിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. കണ്ടോ വേണമെങ്കിൽ. जलवाएंगे, ये बाइबल है, कुरान है, और एक और सुन लो भाई, एक मिनट रुक जाओ, एक और सुन लो भाई, ये जो आसमानी किताब अगर हमने गांव में बढ़ती पाएगी, चाहे वह कुरान हो चाहे बाइबल हो भाई, बख्शिया नहीं जाएगा. ये सब छोटा लाग रहा मानस ना काम में आगे सबक नहीं पाओगा भाई. यार ये समाज का काम है, दिल दुखा भाई, छोटा नहीं है करती हुई इनका हाथ है ये बोलो सनातन धर्म की श्री राम, गौ माता और ये समाज, भारत माता की जय आर्य, जय आर्य, जय आर्य, जय आर्य, जय आर्य, जय आर्य, जय आर्यवर्त, जय आर्यवर्त, जय आर्यवर्त, जय आर्यवर्त, जय आर्यवर्त, जय आर्यवर्त. बंद कर लो. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി. അപ്പോൾ ഈ അടി ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും 2 പേർക്കും, 2 വിഭാഗക്കാർക്കും കിട്ടും. ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് പിന്നിപ്പോൾ കിട്ടുന്ന ഒരു പുതുമയല്ല, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാരിയിട്ട് കത്തിച്ചതാണ് ഈ കണ്ടത്. ഇനി രണ്ടാമതൊരു വാർത്ത, തെറ്റിദ്ധാരണകളിൽ കുടുങ്ങി ക്രിസ്ത്യാനികളായി എറണാകുളത്തെ 56 കുടുംബങ്ങൾ തിരികെ സനാതനധർമ്മത്തിലേക്ക് 1921 ശേഷം ഇത്രയും അധികം പേർ ഒരുമിച്ച് തിരികെ വരുന്നത് ഇതാദ്യം. അയ്യപ്പസ്വാമിയുടെ നിയോഗമാണെന്ന് ഹിന്ദു സേവാ കേന്ദ്ര പ്രവർത്തകർ. ജന്മഭൂമിയിൽ വന്ന വാർത്ത. അതായത് തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിയ എറണാകുളത്തെ 55 കുടുംബങ്ങളെ തിരിച്ച് സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസ്ക്കറ്റുമൊക്കെ കൊടുത്ത് കൊണ്ടുപോയതാണെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോവുക. ഇതിൻ്റെ വേഗത കൂടും. ഇസ്ലാം മതത്തിലുള്ളവരെ അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കില്ല, അവരങ്ങ് മരിച്ചു വീഴത്തേ ഉള്ളൂ, അല്ലാതെ അവരെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കത്തില്ല. അതിന് പള്ളി ഇടിച്ചാലും കുറുകാൻ അടിച്ചാലും അങ്ങനെ കട്ടക്കിടിച്ചാൽ പോലും ഇളവില്ല. അപ്പോൾ അതുപോലത്തെ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഏതായാലും ഈ വാർത്തകളൊക്കെ കണ്ടു വേണം നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. മുസ്ലിം ജിഹാദി ഭീകരന്മാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്ന് പറയുന്ന മാലാഖന്മാരൊക്കെ വരുമ്പോൾ
എല്ലാ ക്രൈസ്തവരും സ്വീകരിക്കാൻ എന്ന് ഒരു അപേക്ഷയുണ്ട്. കഴിയുന്നവർ കെവിൻ പീറ്ററിനും ഷക്കീന ടി വിക്കും അയച്ചു കൊടുത്തിട്ട് ഒരു പ്രതികരണവും ഒരു വീഡിയോയും ചെയ്യിക്കണം. കർമ്മയ്ക്കും കൊടുക്കണം നിർബന്ധമായി. കാരണം അവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഉത്കണ്ഠാകുലരാണ്. സുഡാനിലെയും വിഡീലിലെയും കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ വിഷമം കാണിക്കുന്ന അവർക്ക് ഒരു നല്ല കണ്ടൻ്റ് ആയിരിക്കും ഇത്.